ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സെബിയാണ്. ഇന്ന് നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു മെസനൈൻ ഫ്ലോർ അടങ്ങുന്ന ഒരു സിംഗിൾ സ്റ്റോറി 1750 സ്ക്വയർ ഫീറ്റിൽ കായംകുളത്ത് ഞങ്ങൾ റീസെൻ്റ്ലി വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ആ പ്രോജക്റ്റിൻ്റെ ഒരു പ്ലാന്, എലിവേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ജനറലായിട്ടുള്ള കോമൺ അമ്യൂണിറ്റീസ് ലൈക്ക് കിച്ചൺ യൂട്ടിലിറ്റി, സിറ്റ് ഔട്ട്, ബെഡ്റൂംസ് ഇങ്ങനെയുള്ള കൂടാതെ ഞാൻ മുമ്പ് പറഞ്ഞ ഒരു മെസനൈൻ ഫ്ലോർ ഇതിന് അഡീഷണൽ വരുന്നു എന്നുള്ളതാണ്. നോർമൽ ടിപ്പിക്കൽ ഒരു സിംഗിൾ സ്റ്റോറി ബിൽഡിംഗ് ആണ്. ബട്ട് ഇതിന് വരുന്ന ഒരു ഹൈലൈഷൻ എന്ന് പറയുന്നത് മെസനൈൻ ഫ്ലോറും അതിനോടനുബന്ധിച്ച് അതിൻ്റെ റൂഫിങ് ഫ്രണ്ടിലേക്ക് കണ്ടിന്യൂ ചെയ്ത് വരുമ്പോൾ ഒരു ഡബിൾ ഹൈറ്റ് ഏരിയ നമുക്ക് ക്രിയേറ്റ് ആയി കിട്ടുന്നു എന്നുള്ളതാണ്. 3 ബെഡ്റൂമാണ്. എല്ലാ ബെഡ്റൂംസും അറ്റാച്ച്ഡ് ആയിട്ട് ചെയ്തിരിക്കുന്നു. ഒരു എൽ ഷേപ്പിലൊരു സിറ്റ് ഔട്ട് നിന്ന് നമ്മളകത്തേക്ക് കയറുമ്പോൾ നേരെ ഒരു ഫോയർ ഏരിയയിലേക്കാണ് കയറുക. ഫോയർ ഏരിയയിൽ നിന്ന് കണ്ടിന്യൂ ചെയ്ത് ലിവിങ്, ഡൈനിങ്, നേരെ ഫ്രണ്ടിലേക്ക് ഒരു കോർട്ട്യാർഡ്, അങ്ങനെ ഒരു വൺ സിംഗിൾ ഹോൾ എഫക്റ്റിലാണ് അലൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ പ്ലാൻ ഒന്ന് നോക്കാം. ഇതാണ് പറഞ്ഞ എൽ ഷേപ്പിൽ സിറ്റ് ഔട്ട് ഏരിയ ഒരു വരുന്ന പോർഷൻ. എലിവേഷനിൽ നമ്മൾ ഈ ഏരിയയൊക്കെ ഹൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ജാളി ഉപയോഗിച്ച്. പിന്നെ ഇവിടെ ഒരു സീറ്റിങ്ങും ഒരു ഷൂറാക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ പാസേജ് വരുമ്പോൾ ഈ ലെഫ്റ്റ് കോർണർ എന്ന് പറയുന്നത് നമുക്ക് ഒരു അത്യാവശ്യം ഒരു ചാരുകസാര പോലെ എന്തെങ്കിലും സൈഡിലേക്ക് പ്ലേസ് ചെയ്യാനും അതുപോലെ ഒരു പേപ്പർ വായിക്കാനൊക്കെ ഇരിക്കാനും അങ്ങനെയുള്ള ഒരു പൊസിഷനായിട്ടാണ്. ഈ പാസേജ് ഇങ്ങനെ പോകുമ്പോൾ അതിന് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവാത്ത വിധത്തിലൊരു കോർണറിലേക്ക് നമ്മൾ എൽ ഷേപ്പിൽ എടുത്തിരിക്കുന്നതിൻ്റെ പർപ്പസ് അതാണ്. പിന്നെ ക്ലയൻറ്റ് പ്രധാനമായിട്ട് തുടക്കം പോലെ പറഞ്ഞിരുന്നത് ഒരു പൂജാ സ്പേസ്, ഒരു പൂജ റൂമായിട്ടല്ല, ഒരു സ്പേസ് നമുക്കൊരു റെഫറൻസ് ഇമേജ് കാണിച്ച് അവർ തുടക്കം പോലെ പറയുന്നുണ്ടായിരുന്നു ഒരു പൂജാ സ്പേസിൻ്റെ ഒരു ആവശ്യം. അപ്പോൾ അത് മെയിൻ ഡോർ കയറുമ്പോഴേ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു ഫോയർ ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്ന ഈ ഏരിയയിൽ ഈ ലെഫ്റ്റ് കോർണറിലായിട്ടാണ് നമ്മൾ ആ പ്രയർ ഏരിയ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കയറി വരുമ്പോഴും നമുക്ക് ഇറങ്ങി പോകുമ്പോഴും ഈ പറയുന്ന പോലെ റൈറ്റ് സൈഡ് കോർണറിലേക്ക് പ്രാർത്ഥിച്ചിറങ്ങാനോ കയറാനോ ഒക്കെയുള്ള ഒരു സൗകര്യാർത്ഥമാണ്. അത് ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് പ്രകാരം പർട്ടിക്കുലർലി കൺസിഡർ ചെയ്ത് പോയിരുന്ന തുടക്കം പോലെ. പിന്നീട് ജനറലി വരുന്ന പോലെ ലിവിങ് ഏരിയയിലേക്ക് ഫോർമൽ ലിവിങ്, ഫാമിലി ലിവിങ് അങ്ങനെ ഒരു സെപ്പറേഷൻ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല. TV യൂണിറ്റ്, ഫാമിലി ലിവിങ് എല്ലാം കൂടെ ആയിട്ട് വന്നിരിക്കുന്ന ഈ ഒരു പ്രൊവിഷനാണ് ഇത്. ഇവിടെയാണ് നമുക്ക് ഇവിടുന്ന് എൻട്രൻസിന് ശേഷം നമുക്ക് പാസേജ് ഇങ്ങനെ പോവാം. അതിൻ്റെ ഈ ഒരു പ്രൊവിഷനിൽ സീറ്റിംഗ് കൊടുത്ത് ഇവിടെ നമ്മൾ വിഷൻ വരുന്ന പോലെ TV യൂണിറ്റ് ഇവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നീട് ഞാൻ മുമ്പ് പറഞ്ഞ മെസനൈനിലേക്കുള്ള ആക്സസ്സാണ് ലിവിങ് ഏരിയ സീറ്റിങ്ങിൻ്റെ ബാക്ക് സൈഡിൽ ഈ വിധത്തിൽ കൊടുത്തിട്ടുള്ളത്. അത് ഡൈനിങ് സ്പേസിൻ്റെ മുകളിലേക്കാണ് വരിക ഈ ഒരു ഏരിയ. പിന്നെ ഡൈനിങ് ഏരിയ വന്നു കഴിയുമ്പം മിക്കവാറും തന്നെ ചെയ്തു വരാറുള്ള പോലെ കിച്ചണുമായിട്ട് മെർജ് ചെയ്തിട്ടാണ് ഓപ്പൺ കിച്ചണായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിന് ഒരു ചെറിയ സെപ്പറേഷനായിട്ട് ഈ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഡൈനിങ്ങിൽ നിന്ന് ബാക്ക് സൈഡിലേക്ക് ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു കോർട്ട്യാർഡ് ഏരിയ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒരു 15 സെൻറ്റിമീറ്റർ ഒരു സ്റ്റെപ്പ് ഹൈറ്റ് താന്നേ ഈ കോർട്ട്യാർഡ് ഏരിയ നിൽക്കുകയുള്ളൂ. എന്നിട്ട് ഈ ബാക്ക് സൈഡ് പ്ലന്ത് ബീം നമ്മൾ റേസ് ചെയ്ത് കൊടുത്ത് ഒരു സെക്യൂരിറ്റി പർപ്പസിന് ഇവിടെ നമ്മൾ ഗ്രിൽ വർക്കും കൊടുത്ത് ആ കോർട്ട്യാർഡ് നമ്മുടെ ബിൽഡിംഗ് പെർമിസസിലേക്കാക്കി അതിനൊന്ന് കൺസീൽ ചെയ്തെടുക്കാനായിട്ടാണ്. ഇവിടെ റെയിൻഫോളും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ കോർട്ട്യാർഡിൽ വീഴും. ഡൈനിങ് ചെയ്ത് വരുമ്പോൾ എപ്പോഴും നമുക്ക് വളരെ ചെറിയൊരു കാര്യമാണെങ്കിലും നമുക്കെപ്പോഴും ചലഞ്ചിങ് ആയിട്ട് വരുന്നൊരു കാര്യമാണ് അതിൻ്റെ വാഷ് കൗണ്ടർ, കോമൺ വാഷ് ബേസിൻ പ്ലേസ് ചെയ്യുക എന്ന് പറയുന്നത്. കാരണം എപ്പോഴും നമ്മൾ ഒരു ലിമിറ്റഡ് സ്പേസിൽ ഒരു ഡൈനിങ് റൂം ഡിസൈൻ ചെയ്യുമ്പോൾ ഡൈനിങ്ങുമായിട്ട് ഒരാളെ ക്ലോസ് ടു ആയിട്ട് വാഷ് ബേസിൻ വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, ഇപ്പം ഒരാൾ ആഹാരം കഴിക്കുമ്പോൾ മറ്റൊരാൾ ഹാൻഡ് വാഷ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ചില ബുദ്ധിമുട്ടുകളുണ്ടല്ലോ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഡൈനിങ് ഏരിയയിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് എങ്ങനെയെങ്കിലും കീപ്പ് ചെയ്യുകയോ ഒരു സെപ്പറേഷനോ ഒരു ഹൈഡിങ്ങോ കൊടുത്തു പോകുകയെന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ചലഞ്ചിങ് ആണ്. അപ്പോൾ ഞങ്ങൾ ആ കോർട്ട്യാർഡ് ഏരിയയിലേക്ക് തന്നെ ഇതിനെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് ഈ വിധത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഡൈനിങ് ടേബിൾ വരുന്നു. ഇവിടുന്നൊരു പെട്ടെന്നൊരു ഡയറക്റ്റ് ആക്സസ് ഇല്ലാത്ത പോലെ, ഒരു വിസിബിലിറ്റി ഇല്ലാത്തതുപോലെ പുറകിലേക്ക് മാറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. സെയിം ടൈം അത് കോർട്ട്യാർഡിൻ്റെ ഒരു പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് വാഷ് കൗണ്ടറിന് വേണ്ടിയിട്ട് ആ സ്പേസ് നമ്മളവിടെ പ്രൊവൈഡ് ചെയ്തു. അതിന് ശേഷം കിച്ചൺ യൂട്ടിലിറ്റി അതുപോലെ ഇതിൻ്റെ രണ്ടിൻ്റെയും
ഇടയിലായിട്ടൊരു സ്റ്റോർ ഏരിയ ആയിട്ട് ഒരു സിംഗിൾ പീസിലാണ് പോയിരിക്കുന്നത്. അപ്പം ഇതാണ് ആ ഒരു കിച്ചൺ സ്റ്റോർ യൂട്ടിലിറ്റി ഏരിയ വരിക. പാസേജ് ഇങ്ങനെ വരുന്നു. നമുക്ക് ഒരു സ്പേസ് ഒട്ടും പോകാത്ത പോലെ ഈ ഒരു വോളിനോട് ചേർന്ന് തന്നെ ആണ് നമ്മുടെ ഇങ്ങോട്ടുള്ള വെളിയിലേക്കുള്ള ആക്സസും യൂട്ടിലിറ്റിയിലേക്ക് പോകാനുള്ളത്. അപ്പോൾ അതിൻ്റെ ആ പാസേജിൻ്റെ ലെഫ്റ്റ് കോർണറിലായിട്ടാണ് നമ്മൾ ആ സ്റ്റോർ ഏരിയ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ജനറലി വരുമ്പോൾ 3 ബെഡ്റൂംസും ടിപ്പിക്കൽ ഫോമിലാണ് അതിനെ അലൈൻ ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് മാസ്റ്റർ ബെഡ്റൂം മാത്രം ഒന്ന് പറഞ്ഞു പോകാം. ഇതാണ് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സറൗണ്ടിങ് ഏരിയ എന്ന് പറയുക. ഇതിൽ ഫസ്റ്റ് ഡൈനിങ്ങിൽ നിന്ന് എൻട്രൻസ് വരുന്നു. നേരിട്ട് വാഷ്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് കോർണറിലേക്ക് നമ്മളിവിടെ ഒരു ഡ്രസ്സിങ് സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഡ്രസ്സിങ്ങിൽ നിന്നാണ് ടോയ്ലറ്റിലേക്കുള്ള ആക്സസ് വരിക. അപ്പം യൂഷ്വലി നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ള പോലെ ഡയറക്റ്റ് ബെഡ്റൂമിലേക്ക് ഒരു ഓപ്പണിങ് വരുന്ന അവസ്ഥ വരുന്നില്ല. ഓപ്പണിങ് നമുക്ക് ഈ ഒരു ഡയറക്ഷനിൽ വരുന്നത്. അപ്പോൾ ബെഡ്റൂമിലേക്ക് വേറെ തടസ്സമോ ശല്യമോ ഒന്നും ഉണ്ടാകുന്നില്ല. ബാത്റൂമിൻ്റെ ആ ഒരു വെറ്റ്നെസ്സും ഒന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് ബെഡ്റൂമിലേക്ക് മാറാതിരിക്കും. ബെഡ്റൂംസിൽ കിങ് സൈസ് ബെഡാണ് എല്ലാ ബെഡ്റൂമിലും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 2 സൈഡിൽ ബെഡ് ടേബിൾ പ്രൊവൈഡ് ചെയ്തു. കൂടാതെ ബെഡ് ടേബിൾ ഒരു W1, ബെഡ് ടേബിൾ ഒരു W1 ഈച്ച് സൈഡിൽ. അപ്പോൾ അതനുസരിച്ച് ഇലക്ട്രിക്കലിൻ്റെ പോയിൻറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ പ്ലേസ് ചെയ്യാൻ പോകുന്ന ആ വിധത്തിലായിരിക്കും. പിന്നെ യൂഷ്വലി നമ്മളിപ്പോൾ അഡോപ്റ്റ് ചെയ്ത് പോകുന്ന പോലെ ഒരു W4 ബേ വിൻഡോ കൺസിഡർ ചെയ്തിട്ടുണ്ട്. എക്സ്റ്റേണൽ ഫർണിച്ചേഴ്സ് ലൈക്ക് ചെയർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് അതിൻ്റെ ഒരു സ്പേസ് പോകാതിരിക്കാണ്ട് ബേ വിൻഡോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ കുഷൻ ചെയ്തെടുക്കാം. ഇതാണ് ആ ബേ വിൻഡോയുടെ ഒരു ഏരിയ വരിക. പിന്നെ വേണ്ടി വരിക ഒരു വാർഡ്രോബ് വന്നിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നമുക്ക് വേണമെങ്കിൽ ഒരു വർക്ക് സ്പേസ് ഒരു സ്റ്റഡി ടേബിൾ എന്തെങ്കിലും പ്ലേസ് ചെയ്യാനായിട്ടുള്ള സ്ഥലമുണ്ട്. നമ്മളിപ്പോൾ അതിനകത്ത് കാണിച്ചിട്ടില്ല. ബാത്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ നമ്മൾ സെപ്പറേറ്റ് ചെയ്താണ് നിർത്തിയിട്ടുള്ളത്. വാഷ് ബേസിന് WC, അതുപോലെ ഇങ്ങനെ പാർട്ടീഷൻ ഈ സൈഡിൽ വന്നു, ഷവർ വന്നു. ഈ വിധത്തിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിന് ശേഷം ക്ലയൻറ്റിൻ്റെ ഒരു ആഗ്രഹം, ഒരു കൺസെപ്റ്റ് പ്രകാരം നമ്മൾ ഈ പറഞ്ഞ പോലെ ഗ്രൗണ്ട് ഫ്ലോറും അല്ല, ഫസ്റ്റ് ഫ്ലോറിൻ്റെ ലെവൽ ഒരു 10 ഫീറ്റ് 11 ഫീറ്റിലും അല്ലാതെ ഇതിൻ്റെ മിഡ് ലെവലിൽ ഓൾമോസ്റ്റ് 8 ഫീറ്റ് ലെവലിലാണ് നമ്മൾ മെസലൈൻ ഫ്ലോർ കൺസിഡർ ചെയ്യുക. അപ്പോൾ മെസലൈൻ ഫ്ലോറിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോറുമായിട്ടും ഈ ഫസ്റ്റ് ഫ്ലോർ വരുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഫ്ലോറുമായിട്ടും കണക്ട് ചെയ്തുകൊണ്ട് ഒരു മിഡ് പാസേജ് ആയിട്ട് നിൽക്കും. നമുക്ക് ആക്സസിനൊരു ബുദ്ധിമുട്ടില്ല. ഫസ്റ്റ് സ്റ്റെപ്പ് കയറി വന്ന് നമുക്ക് ചെറിയൊരു ലാൻഡിങ് കിട്ടുന്നുണ്ട്. ആ ലാൻഡിങ് സ്പേസിനെ നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് അറേഞ്ച് ചെയ്ത് ഒന്ന് വൈഡാക്കി കൊടുക്കുന്നു എന്നതുള്ളതേ ഉള്ളൂ മെസലൈൻ ഫ്ലോർ കൊണ്ടുള്ള ഉദ്ദേശിക്കുന്നത്. ആ ഏരിയ ഇപ്പോൾ ഇവിടെ അത്യാവശ്യം വേണമെങ്കിൽ ഒരു ഓപ്പൺ ടൈപ്പ് ആണെങ്കിലും ഈ പറയുന്ന പോലെ ഒരു ബീൻ ബാഗോ അല്ലെങ്കിൽ ബെഡോ ലൈബ്രറി ഏരിയയോ ഒരു ഫാമിലി ലിവിങ് ഏരിയ, ഞാൻ മുമ്പ് പറഞ്ഞു നമുക്ക് ഫാമിലി ലിവിങ് ഫോമൽ ലിവിങ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. വേണമെങ്കിൽ ഒരു ഹോം തിയേറ്ററോ TV സ്പേസോ എന്ത് കാര്യത്തിന് വേണമെങ്കിലും നമ്മുടെ ആവശ്യപ്രകാരം അത് യൂസ് ചെയ്യാം. സെയിം ടൈം ടെറസിലേക്കോ ഫസ്റ്റ് ഫ്ലോറിലേക്കോ ഉള്ള ഒരു പാസേജ് ഒരു മിഡ് ലാൻഡിങ് ആയിട്ട് നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാം. ഇതാണ് ആ ഒരു കൺസെപ്റ്റിൽ വന്നിരിക്കുന്ന ഏരിയ. ഇത്രയാണ് മെസലൈൻ ഫ്ലോറിൻ്റെ പെർമിസസ് എന്ന് പറയുന്നത്. അത് കൂടാതെ അവിടെ ഒരു ബേ വിൻഡോയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി ആ സ്പേസസ് മുഴുവൻ നമുക്ക് എന്ത് ഫർണിഷിങ്ങും ചെയ്യാവുന്നതാണ്. അപ്പം മുമ്പ് പറഞ്ഞ പോലെ ഈ വോള് മെസലൈൻ്റെ റൂഫ് ഹൈറ്റിൽ നമ്മൾ ഫ്രണ്ടിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തപ്പോൾ നമുക്ക് ഫ്രണ്ടിലേക്ക് ഡബിൾ ഹൈറ്റും കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് 3Dയിലേക്ക് ഒന്ന് പോകാം. ഈ 3D എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലയൻസുമായിട്ട് പലപ്പോഴും സംസാരിച്ച് പോകുമ്പോൾ ആദ്യമേ തന്നെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ തുടങ്ങുമ്പോൾ തന്നെ അവരൊരു 3D എഴുതും ഉപയോഗിച്ചിട്ട് നമ്മളോട് പറയാറുണ്ട്, നമുക്ക് ഇതേപോലൊരു വീട് പണിത് തരണമെന്ന്. എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ ഒരു റെഫറൻസായിട്ട് എടുക്കാം, പക്ഷേ നമ്മൾ ചെയ്തു വരുന്ന പ്ലാനുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാത്ത ചില എലമെൻറ്റുകളായിരിക്കും അതിനകത്തുണ്ടാകുക. ഇപ്പോൾ ഈ പ്ലാൻ നമ്മൾ പൂർത്തീകരിച്ചതിന് ശേഷം ഈ പ്ലാനുമായിട്ട് ആപ്റ്റാകുന്ന വിധത്തിലാണ് ഇതിൻ്റെ ഓരോ ഏരിയയും നമ്മൾ എലിവേഷൻ ചെയ്തു വന്നിട്ടുള്ളത്. നമുക്ക് എലിവേഷൻ ഒന്ന് നോക്കാം. നമ്മൾ മുമ്പ് പ്ലാനിൽ പറഞ്ഞ പോലെ ഇതാണ് അതിൻ്റെ ഒരു സിറ്റൗട്ട് ഏരിയ വരിക. ഈ സിറ്റൗട്ട് 1 2 3 സ്റ്റെപ്പിൽ നമ്മൾ അങ്ങോട്ടേക്ക് എൻട്രൻസ് വരുന്നു. അപ്പം ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മളൊരു ഹിൻട്രൻസിന് വേണ്ടിയിട്ട് ജാളി കൊടുത്ത് നമ്മൾ ഹൈഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് ഒരു ഷൂ റാക്ക് കം ഒരു സീറ്റിംഗ് ഏരിയ ആയിട്ടാണ് നമ്മളത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പം അവിടെ ആരെങ്കിലും ആ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ഇവിടെ ഫ്രണ്ടിൽ കൂടെ പാസ് ചെയ്യുന്ന ആൾക്കാർ റോഡിൽ നിന്ന് നമുക്കൊരു പ്രൈവസി ഇഷ്യൂ ഉണ്ടാവില്ല. അവിടെ ഇരുന്ന്
എന്തെങ്കിലും വായിക്കുകയോ അല്ല സംസാരിച്ചിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അറ്റ് സെയിം ടൈം ഈ ലെഫ്റ്റ് കോർണറിൽ ഈ പാസേജിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് ഈ ലെഫ്റ്റ് കോർണറിലേക്ക് നമ്മൾ ഒരു ചെയർ പ്ലേസ് ചെയ്യാനായിട്ടാണ് ആ ഒരു പർപ്പസിന് വേണ്ടി മാത്രമാണ് എൽ ഷേപ്പിലേക്ക് ആ സിറ്റ് ഔട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പ്ലെയിൻ ഫീൽ, അധികം ഡെക്കറേറ്റീവ് എലമെൻറ്റ് ഒരു സിംപ്ലിസിറ്റി ക്ലയൻറ്റ് ഡിമാൻഡ് ചെയ്തിരുന്നു. അപ്പം വളരെ സിമ്പിളായി പോകാതിരിക്കാനായിട്ടാണ് നമ്മൾ നാച്ചുറൽ സ്റ്റോണിൻ്റെ ക്ലാഡിങ് ആ കോളത്തെ അസോസിയേറ്റ് ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പിന്നീട് ഫ്രണ്ട് ഏരിയ 2 സൈഡും ബ്രിക്ക് ക്ലാഡിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ബെഡ്റൂംസിലും ബേ വിൻഡോ വന്നിട്ടുണ്ട്. ആ ബേ വിൻഡോയുടെ പ്രൊജക്ഷൻ എലിവേഷനിൽ വന്നപ്പോൾ വളരെ ഭംഗിയായിട്ട് വരുന്ന വിധത്തിൽ, അതുപോലെ ആ ഗ്രേ കളറും ആ ടെറാക്കോട്ട ബ്രിക്കിൻ്റെ കളറും ആ കോൺട്രാസ്റ്റ് നല്ല വിധത്തിൽ മാച്ച് ചെയ്യുന്ന വിധത്തിലാണ് നമ്മൾ കളർ കോൺട്രാസ്റ്റ് കൊടുത്തിട്ടുള്ളത്. അതുമായിട്ട് ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു കളറാണ് വൈറ്റ് കളർ എന്ന് പറയുക. ജ്വല്ലറീസ് എല്ലാം തന്നെ നമ്മൾ കംപ്ലീറ്റ്ലി വൈറ്റ് ആയിട്ടാണ് ഇൻക്ലൂഡിങ് മെയിൻ ഡോർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സിറ്റൗട്ടിലേക്ക് കയറുമ്പോൾ ഒബ്വിയസ്ലി ലൈറ്റിൻ്റെ ഒരു ആവശ്യമുള്ളതുകൊണ്ട് വൈറ്റ് കളർ നമ്മൾ ചൂസ് ചെയ്തു. ഇപ്പോൾ പറഞ്ഞ പോലെ ആ പ്ലാനിൽ പ്രസൻറ്റ് ചെയ്ത പോലെ ഡബിൾ ഹൈറ്റ് ഏരിയയാണ് നമ്മൾ ഈ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഈ ഒരു പ്രൊവിഷൻ. അവിടെ അകത്തേക്കുള്ള ഒരു ലൈറ്റ് ഇൻടേക്കിന് വേണ്ടിയിട്ട് നമ്മൾ UPVC വെച്ച് നമ്മൾ ഒരു ഗ്ലാസ് പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ലൈറ്റ് ഇൻടേക്കിന് വേണ്ടിയിട്ട്. എവിടെയും ഭിത്തികളൊക്കെ പ്ലെയിനായിട്ട് നിൽക്കാതിരിക്കാനായിട്ടാണ് അതിന് ഡെക്കറേറ്റീവായിട്ട് ഗ്രൂവും കൊടുത്ത് നിർത്തിയിട്ടുള്ളത്. പിന്നെ പ്ലാന്റ്സും കാര്യങ്ങളുമൊക്കെ നമ്മളെപ്പോഴും പറയുന്നത് പോലെ ഇത് ശരിക്കും റാഫിസ് പാം എന്ന് പറയുന്നൊരു എലിവേഷൻ്റെ ഭംഗിക്ക് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നതല്ല. റാഫിസ് പാം എന്ന് പറയുന്ന പ്ലാന്റ് തന്നെ അവിടെ വരണം. ഈ ഫ്രണ്ട് ഏരിയയിൽ കലാത്തിയ ലൂട്ടിയ വരണം. ഈ സൈഡിലും നമ്മൾ റാഫിസ് പാം കൊടുത്തിട്ടുണ്ട്. പ്ലാന്റ്സൊക്കെ ആ വിസിറ്റീസ് തന്നെ ഇൻക്ലൂഡിങ് ഫ്രണ്ടിലത്തെ ലാൻഡ്സ്കേപ്പിംഗ് ആ സ്റ്റോൺ വർക്ക് ഉൾപ്പെടെ ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാനായിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഓവറോൾ ഈ പ്രോജക്റ്റ് നമ്മൾ കായംകുളത്ത് ഓച്ചിറയ്ക്കടുത്ത് ഗോവിന്ദമുട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പ്രോജക്റ്റ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ സംബന്ധമായ കാര്യങ്ങൾ അപ്ഡേറ്റ്സ് എല്ലാം നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഡെയിലി അപ്ഡേറ്റ്സ് ഉണ്ടാവും. കൺസിസ്റ്റൻ്റായിട്ട് ഞങ്ങൾ ഇൻഫോർമേറ്റീവായിട്ടുള്ള കണ്ടൻറ്റ് എല്ലാം ഉൾപ്പെടുത്തി ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ കൺസ്ട്രക്ഷൻ സംബന്ധമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളാണെങ്കിൽ, ഒരു ഭവന നിർമ്മാണം പ്ലാൻ ചെയ്യുന്ന ആളാണെങ്കിൽ, അത് സമീപ കാലങ്ങളിലോ അല്ലെങ്കിൽ പിന്നീടും ആയാലും നിങ്ങൾ പേജ് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് ഞങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കും. അപ്പം ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പേജസൊക്കെ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക്, കോളോ തുടങ്ങിയ എല്ലാ പ്ലാറ്റ്ഫോമിലും ഉണ്ട്. ഞങ്ങളൊന്ന് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കൺസ്ട്രക്ഷൻ സംബന്ധമായ ഏതൊരു ആവശ്യങ്ങൾക്കും, ഡിസൈനിങ് മുതൽ കൺസ്ട്രക്ഷൻ, ഇൻറ്റീരിയർ, ലാൻഡ്സ്കേപ്പിംഗ് തുടങ്ങിയ കൺസ്ട്രക്ഷൻ സംബന്ധമായ ഏത് ആവശ്യങ്ങൾക്കും ഞങ്ങളെ സമീപിക്കാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. കെട്ടിടം അതേതുമാവട്ടെ, ഞങ്ങളുണ്ടാകും നിങ്ങളോടൊപ്പം. സെപ്കോ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, ദി പെർഫെക്റ്റ് കൺസ്ട്രക്ഷൻ ചോയ്സ്.